എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കോരാണി മുതൽ കടമ്പാട്ടുകോണം വരെയുള്ള നാഷണൽ ഹൈവേ 66-ൻ്റെ വർക്ക് അപ്ഡേറ്റ് ആണ്. കല്ലുവാതുക്കൽ മുതൽ കല്ലുംതാഴം വരെയുള്ള വീഡിയോ ഇതിനു മുന്നേ ചെയ്തിരുന്നു. ഈ വീഡിയോയുടെ ലിങ്ക് ഐക്കാർഡിലും എൻ്റെ സ്ക്രീനിലും ആഡ് ചെയ്തേക്കാം. വീഡിയോ ആരംഭിക്കുന്നത് കോരാണിയിൽ നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അടുത്തു നിന്നാണ്. അണ്ടർപാസിൻ്റെ വടക്ക് സൈഡിലുള്ള ആറിവാളിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റോഡിൻ്റെ രണ്ട് സൈഡും താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ ആറിവാൾ ബ്ലോക്കുകൾ സ്ഥാപിച്ച് മണ്ണിട്ട് ഉയർത്തേണ്ടതുണ്ട്. ഇവിടെ നിന്നും നേരെ പാലമൂട് ഭാഗത്തേക്കാണ് പോകുന്നത്. ഇവിടെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട്. റോഡിൻ്റെ ഇടത് സൈഡിൽ റീറ്റെയിനിങ് വാളുകൾ നിർമ്മിച്ച് മണ്ണ് ഫില്ല് ചെയ്യുന്ന വർക്കാണിപ്പോൾ നടക്കുന്നത്. കൂടാതെ റൈറ്റ് സൈഡിൽ ഡ്രെയിനേജിൻ്റെ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെ വർക്കുകളും പുരോഗമിക്കുകയാണ്. ഇവിടെ നിന്നും ഏകദേശം 1 കിലോമീറ്ററോളം മെയിൻ റോഡിൻ്റെ ടാറിങ് വർക്കുകൾ നടന്നിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ മാമം പാലത്തിനടുത്തേക്കാണ് പോകുന്നത്. മാമം പാലത്തിൽ എത്തുന്നതിന് മുന്നേ റോഡ് ഇടത് സൈഡിലേക്ക് തിരിഞ്ഞ് ആറ്റിങ്ങൽ ബൈപ്പാസ് വഴി ആഴംകോണത്ത് വന്ന് കയറിയാണ് പോകുന്നത്. ആറ്റിങ്ങൽ ബൈപ്പാസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നാഷണൽ ഹൈവേ 66 ആണ്. ഇവിടെ റോഡിൻ്റെ ഇടത് സൈഡിലെ ഡ്രെയിനേജിൻ്റെ വർക്ക് മാത്രമാണ് നടന്നിട്ടുള്ളത്. കൂടാതെ സർവീസ് റോഡിൻ്റെ വർക്കിന് വേണ്ടിയുള്ള മണ്ണ് നിരത്തുന്ന വർക്കും നടക്കുന്നുണ്ട്. മാമം നദിക്ക് കുറുകെ ഇനി 2 പുതിയ പാലങ്ങൾ നിർമ്മിക്കാനുണ്ട്. ഇനി നമുക്ക് ആഴംകോണം ഭാഗത്തെ കാഴ്ചകൾ കാണാം. ആഴംകോണം ഭാഗത്ത് ഒരു ഓവർപാസാണ് വരുന്നത്. ഈ ഓവർപാസിലേക്ക് ആവശ്യമായിട്ടുള്ള ഗർഡറുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. മഴക്കാലം ആയതിനാൽ വാമനപുരം നദിക്ക് കുറുകെ നിർമ്മിച്ച താൽക്കാലിക പാലം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അതിനാൽ ഇപ്പോൾ അതുവഴി ഗതാഗതം ഇല്ല. ആറ്റിങ്ങൽ ബൈപ്പാസിൽ വലിയ രീതിയിലുള്ള വർക്കുകൾ നടക്കുന്നില്ല. ഇപ്പോൾ ചില ഭാഗങ്ങളിൽ സോയിൽ നെയിലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ തിരുവാറാട്ട് കാവ് ക്ഷേത്രത്തിന് അടുത്തുള്ള അണ്ടർപാസിൻ്റെ പ്രാരംഭ ഘട്ടങ്ങൾ നടക്കുന്നുണ്ട്. ഇവിടെ ഇടത് സൈഡിലെ സർവീസ് റോഡ് അല്പം ഉയർന്നാണ് കടന്നു പോകുന്നത്. അതുപോലെ വലത് സൈഡിലെ സർവീസ് റോഡ് അല്പം താഴ്ന്നുമാണ് പോകുന്നത്. ഇവിടെ കുറച്ച് ഭാഗത്ത് ഇനിയും മണ്ണ് മാറ്റാനുണ്ട്. കൂടാതെ ഡ്രെയിനേജിൻ്റെ വർക്കും പെൻഡിങ് ആണ്. ഇവിടെ റോഡിൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും സർവീസ് റോഡുകളുടെ നിർമ്മാണം നടന്നിട്ടുണ്ട്. ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടെ പ്രത്യേകിച്ച് വർക്കുകളൊന്നും നടക്കുന്നില്ല. കല്ലമ്പലം ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ മെയിൻ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ടാറിങ് വർക്കുകൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കൂടാതെ റൈറ്റ് സൈഡിലെ തന്നെ സർവീസ് റോഡിൻ്റെയും വർക്ക് നടന്നിട്ടുണ്ട്. കല്ലമ്പലം ജംഗ്ഷനിൽ ഇപ്പോൾ പ്രത്യേകിച്ച് വർക്കുകളൊന്നും നടക്കുന്നില്ല. നേരത്തെ നിർമ്മിച്ച പിയറുകൾ മാത്രമാണ് കാണാൻ കഴിയുന്നത്.
കല്ലമ്പലം ജംഗ്ഷനിലെ ഫ്ലൈ ഓവറുകളിൽ സ്ഥാപിക്കാനുള്ള ഗർഡറുകളാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഇനിയും ഗർഡറുകൾ നിർമ്മിക്കേണ്ടതുണ്ട്. ഇവിടെ നിന്നും നേരെ തട്ടുപാലം ഭാഗത്തേക്കാണ് പോകുന്നത്. തട്ടുപാലം എത്തുന്നതിന് മുന്നേ വാഹനങ്ങൾ സർവീസ് റോഡ് വഴിയാണ് കടത്തിവിടുന്നത്. മെയിൻ റോഡിൻ്റെ ഒരു ഭാഗത്തെ ടാറിംഗ് വർക്ക് നടന്നിട്ടുണ്ട്. തട്ടുപാലത്തിലെ അണ്ടർപാസിൽ എത്തുന്നതിന് മുന്നേ ഒരു തോട് കടന്നു പോകുന്നുണ്ട്. സർവീസ് റോഡിൻ്റെ ഭാഗത്തുള്ള പാലത്തിൻ്റെ നിർമ്മാണം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി മെയിൻ റോഡിലുള്ള ഭാഗത്തെ വർക്കാണ് പെൻഡിങ് ആയിട്ടുള്ളത്. അതിൻ്റെ ഭിത്തിയുടെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കുന്നുണ്ട്. അണ്ടർപാസിനോട് ചേർന്നുള്ള ഭാഗത്തെ റീറ്റേണിംഗ് വാളിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെയും സർവീസ് റോഡുകളുടെ നിർമ്മാണം രണ്ട് ഭാഗത്തും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മെയിൻ റോഡിൻ്റെ ഒരു സൈഡിലെ ടാറിംഗ് വർക്കും നടക്കുന്നു. ഇവിടെ നിന്നും നേരെ നാവായിക്കുളം ജംഗ്ഷൻ ഭാഗത്തേക്ക് പോകാം. നാവായിക്കുളം ജംഗ്ഷനിലെത്തുമ്പോൾ സർവീസ് റോഡിൽ നിന്ന് വീണ്ടും മെയിൻ റോഡിലോട്ട് കടന്നാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ റൈറ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാവായിക്കുളത്തിനും 28-ാം മൈലിനും ഇടയ്ക്കുള്ള അണ്ടർപാസിനടുത്തേക്കാണ് പോകുന്നത്. അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്തെ കോൺക്രീറ്റ് ഭിത്തിയുടെ വർക്കും ഒരു സൈഡിലുള്ള ആറി വാൾ വർക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അണ്ടർപാസ് കഴിഞ്ഞുള്ള ഭാഗത്തെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടക്കുകയാണ്. ഇവിടെ നിന്ന് നേരെ 28-ാം മൈൽ ജംഗ്ഷനിലേക്ക് പോകാം. ഇവിടെയും സർവീസ് റോഡുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് 28-ാം മൈലിനും ഫാർമസി ജംഗ്ഷനും ഇടയ്ക്കുള്ള ഭാഗത്തെ അണ്ടർപാസാണ്. ഇവിടെ പിയറിൽ നിർമ്മിക്കുന്ന
അണ്ടർപാസ് ആണ്. ഇതിൻ്റെ ഒരു സൈഡിൽ പിയറിൻ്റെയും പിയർ ഗ്യാപ്പിൻ്റെയും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ഗർഡറുകളും നേരത്തെ കാസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗമാണ്. ഇവിടെ ഇപ്പോൾ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഫാർമസി ജംഗ്ഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ രണ്ട് സൈഡിലെയും സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കൂടാതെ മെയിൻ റോഡിൻ്റെ ടാറിങ്ങും തീർന്നിട്ടുണ്ട്. ഇവിടെ നിന്നും നേരെ കടമ്പാട്ടുകുളം ഭാഗത്തേക്കാണ് പോകുന്നത്. കടമ്പാട്ടുകുളം ഭാഗത്ത് ഇപ്പോൾ വർക്കുകളൊന്നും നടക്കുന്നില്ല. റൈറ്റ് സൈഡിലെ റീറ്റേണിംഗ് വാളിൻ്റെ നിർമ്മാണം നേരത്തെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അവിടെ വർക്കുകളൊന്നും പുതുതായി തുടങ്ങിയിട്ടില്ല. കൂടുതൽ വർക്കുകളൊന്നും നടക്കാത്തതിനാലാണ് ഒരു ഡ്രൈവ് വീഡിയോ ഇട്ടത്. കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യുന്നതായിരിക്കും. കടമ്പാട്ടുകോണം മുതൽ മുക്കടയിൽ നിർമ്മിക്കുന്ന അണ്ടർപാസും പാരിപ്പള്ളിയിലെ ഫ്ലൈ ഓവറിൻ്റെ അപ്ഡേറ്റുകളുമായി ഉടൻ തന്നെ വരാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.